जानकीकान्तस्मरणं नमः पार्वती पतये गोपिका जीवनस्मरणं सद्गुरुनाथ महाराज की मुरलीधर सद्गुरु स्वामी की सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां सर्वकल्याणदातारं सर्वापद्धनवारकम् अपार करुणामूर्तिं माञ्जनेयं नमाम्यहम् सुधासिन्धुसमुद्भूत शीताशुचिरप्रभा सन्ध्यारम्भ सुवर्णा आतकेश्वरविग्रहं महादेवसमायुक्तां चिदानन्दमयीं शिवां नमः शिवाय कीर्तनं समस्त पापनाशनं नमः शिवाय समस्तलोकरञ्जनं नमः शिवाय बोधनं विरक्ति भक्तिवर्धनं नमः शिवाय मानसे जपन् वसामि मन्दिरे हरे राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे हरे तांडव नृत्य करे गजानन तांडव नृत्य करे 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 देवी देवी
കേടുകൾ
ലഭിച്ചിരിക്കുന്നത്. അതും ഒരു മനുഷ്യജന്മം, മനുഷ്യത്വം, മോക്ഷത്വം എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഭാരതദേശത്തിൽ ഒരു മനുഷ്യനായി ജനിക്കുന്നത് തന്നെ അത്യന്തം കൃപയുള്ളത് ഒന്നുകൊണ്ട് മാത്രം ലഭിക്കുന്ന ഒന്നാണ്. എന്തുകൊണ്ടാണ് ഭാരതദേശം ഇത്ര ശ്രേഷ്ഠമെന്ന് പറയാൻ കാരണം? നമ്മളുടെ ആഘോഷങ്ങൾ തന്നെ എടുക്കാം. ഈശ്വര ചിന്തയെ മാറ്റിവെച്ച് ഏതെങ്കിലും ഒരു ആഘോഷമുണ്ടോ? ഇല്ല. ബാക്കിയുള്ള ദേശങ്ങളെ താരതമ്യപ്പെടുത്തി നോക്കുകയാണെങ്കിൽ ഒരുപാട് ദേശങ്ങളിൽ ഒരുപാട് തരം ആഘോഷങ്ങളുണ്ട്. ഒരു മത്തനെ എടുത്ത് അതിനൊരു വികൃതമായ ഒരു മുഖമാക്കുക, പേടി എന്നൊരു വികാരത്തിനെ ആഘോഷിക്കുക, അങ്ങനെ ഭയാനകമായ രൂപങ്ങളാക്കി നമ്മളുടെ മുഖം തന്നെ ആക്കി മാറ്റുക. ഇങ്ങനെയൊക്കെ വളരെ വിചിത്രമായ ആഘോഷങ്ങൾ പല രാജ്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അത് കണ്ടിട്ട് ഇപ്പൊ നമ്മളുടെ കുട്ടികളെ എങ്ങനെയാക്കുക? നല്ല ഈശ്വര സ്വരൂപം, കൃഷ്ണസ്വരൂപമായി കാണുന്ന മുഖങ്ങളെ വികൃതമാക്കി ഭയാനകമാക്കി അവരാഘോഷിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഏപ്പിംഗ് ദ വെസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ വേറൊരു രാജ്യത്തിൽ ഒരുപാട് തക്കാളി ഉണ്ടാവും ഒരു സമയത്ത്. ആ തക്കാളി ഈശ്വരന് സമർപ്പിക്കുക, ഈശ്വരന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നൈവേദ്യമാക്കി അതിനെ മാറ്റുക എന്നല്ല, അതിനെ ഒരു സ്പോട്ടാക്കി അതിനെ ചവിട്ടി അരച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുക. ഇങ്ങനെയൊക്കെ വളരെ വിചിത്രമായ ആഘോഷങ്ങളാണ്. ബാക്കിയുള്ള സമ്പ്രദായങ്ങളെയോ ദേശങ്ങളെയോ നിന്ദിക്കുകയല്ല. ഇതൊന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് ഭാരതദേശം വളരെ ശ്രേഷ്ഠമായ ദേശം എന്ന് നമ്മളുടെ പിതൃക്കൾ പറഞ്ഞിട്ടുള്ളത് എന്ന് ഈ കാരണം കൊണ്ടാണ്. അതുകൊണ്ടാണ് ജ്ഞാനപ്പാനയിൽ പൂന്താനം തിരുമേനി പറഞ്ഞിരിക്കുന്നത്, കന്മങ്ങൾ കൂവില ഭൂമിയാകിയ ജന്മദേശമി ഭൂമിയറിഞ്ഞ കർമ്മനാശം വരുത്തേണമെങ്കിലും ജന്മേ മർത്തിക്കും സാധിയാനയം ഭക്തമാക്കും മോക്ഷുജനങ്ങൾ സകരായ വിഷയീ ജനങ്ങളും അങ്ങനെ നമ്മളുടെ ഏത് ആഘോഷം എടുത്ത് നോക്കിയാലും എല്ലാം പ്രകൃതിയെയും ഈശ്വരനെയും ആരാധിക്കുന്ന ഉത്സവങ്ങളാണ് എല്ലാം തന്നെ. ഈ അനശ്വര ബന്ധത്തിനെ, പ്രകൃതിയുടെയും പുരുഷന്റെയും ഉള്ള ഈ അനശ്വര ബന്ധത്തിനെ ഓർമ്മിപ്പിക്കുന്ന ഘട്ടങ്ങളാണ് ഈ ഉത്സവ ദിവസങ്ങൾ. പ്രകൃതിയെ മാറ്റി നിർത്തിയുള്ള ഒരു ഈശ്വര ആരാധനയും എനിക്ക് സ്വീകാര്യമല്ല എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ ദശമസ്കന്ധത്തിൽ നമ്മെ പഠിപ്പിച്ചു തരുന്നു. ഇന്ദ്രയാഗത്തിന്റെ ആ ഘട്ടത്തിൽ അവിടെ ഭഗവാൻ തന്റെ അച്ഛനോട് പറയുന്നു, ഈ സൂര്യനും ഈ ചന്ദ്രനും ഈ സരിത്തും വനവും ഈ പർവ്വതവും എല്ലാം എൻ്റെ തന്നെ സ്വരൂപമാണ് അച്ഛാ. അതുകൊണ്ട് നമ്മൾ ഇവരെയാണ് ആരാധിക്കേണ്ടത് എന്ന് കൃഷ്ണം വന്ദേ ജഗദ്ഗുരു ആ കൃഷ്ണ ഭഗവാൻ വൃന്ദാവനവാസികളോട്, ഗോകുലവാസികളോട് പറഞ്ഞു കൊടുക്കുന്നു. ചന്ദ്രരവി പാവന മുഖസൂരവര ചന്ദ്രരവി പാവന മുഖസൂരവര പരിഗണിത വിഭൂതി അയം കേത പരിഗണിത വിഭൂതി അയം കേത
അങ്ങനെ ഭഗവാൻ കാണിച്ചു തരുന്നത് പ്രകൃതിയും പുരുഷനും രണ്ടല്ല ഒന്ന് തന്നെയാണ്. ഏകാദശ സ്കന്ധത്തിൽ ഭഗവാൻ ഉദ്ധവരോട് പറയുന്നു, വിശ്വം ഏകാത്മകം പശ്യന്നു, വിശ്വത്തിനെ ഒന്നായി കാണണം, പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള ഭേദമരുത് എന്നാണ്. ഇനിയും കുറച്ചുകൂടി ആള് നോക്കുകയാണെങ്കിൽ പ്രകൃതിയെ ഈശ്വരനെ ഇല്ലാണ്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. നമ്മുടെ ഭാരതദേശത്തിലുള്ള ടൂറിസ്റ്റ് സ്പോട്ട്സ് എടുത്ത് നോക്കിയാലും കാണാം, ഒരു ടൂറിസ്റ്റ് സ്പോട്ടും വ്യർത്ഥമായിട്ട് ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് കാണാൻ പറ്റില്ല. എല്ലാത്തിനും എന്തെങ്കിലും ഒരു കഥയുണ്ടാവും. രാമന്റെ പാദം എന്ന് പറയും, അവിടെ കൃഷ്ണന്റെ പാദം എന്ന് പറയും, ഒരു സാധു അവിടെ വന്നിരുന്നു എന്ന് പറയും. എന്തെങ്കിലും ഒരു ആത്മീയ ബന്ധമില്ലാണ്ട് ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലം പോലും ഈ ദേശത്തില്ല. അത്രയ്ക്കും ആധ്യാത്മികത ഉള്ളിൽ ആഴത്തിൽ ഇറങ്ങി ചെന്നിരിക്കുന്ന ഒരു നാടാണ് നമ്മുടെ ഭാരതദേശം. ഇവിടെ ഈ പ്രകൃതിയെ തന്നെ ഈശ്വരൻ അല്ലാണ്ട് ഒരു പ്രകൃതിയെ കാണാൻ പാടില്ല. ഐശ്വര്യം എടുത്തു നോക്കുകയാണെങ്കിലും ഈശ്വരൻ ഇല്ലാണ്ട് ഐശ്വര്യത്തിന് യാതൊരു സ്ഥാനമില്ല. ഈശ്വരനെ വില കൽപ്പിക്കാണ്ട് ആര് ഐശ്വര്യത്തിന്റെ പുറകിൽ പോകുന്നുവോ അവിടെ ആ ഐശ്വര്യം അവർക്ക് വെറും നാശമേ വരുത്തുകയുള്ളൂ. മഹാഭാരത യുദ്ധത്തിന്റെ ഘട്ടത്തിൽ ദുര്യോധനനും അർജുനനും പോകുന്നു ഭഗവാൻ കൃഷ്ണന്റെ അടുത്ത് അഭ്യർത്ഥിക്കാൻ. അവർക്ക് സഹായം തേടാനായിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ദുര്യോധനൻ എന്ത് ചെയ്തു? ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉറങ്ങുകയാണ്, നേരെ ഭഗവാന്റെ ശിരസിന്റെ പക്കൽ അവിടെ പോയിരുന്നു. അർജുനൻ രണ്ടാമതാണ് വന്നത്. നമ്മുടെ സാധാരണ ഒരു സൈക്കോളജി എടുത്ത് നോക്കുകയാണെങ്കിൽ, ഒരു ഡോക്ടർ അടുത്ത് പോവുകയാണെങ്കിലോ എവിടെ പോവാണെങ്കിലും എവിടെ ഒരാൾ ഇരിക്കുന്നു അവിടെ അടുത്ത് തന്നെ നമ്മൾ പോയിരിക്കും, വേറെ സ്ഥലത്ത് പോയിരിക്കില്ല. പക്ഷേ അർജുനൻ ആ വിവേകം അവിടെ ഉണ്ടായി. നമ്മളുടെ സ്ഥാനം ഭഗവാന്റെ ശിരസിന് മേളിലല്ല, ഭഗവാന്റെ ചരണത്തിന്റെ അടിയിലാണെന്ന് അർജുനൻ ആ ഒരു വിവേകം ഉണ്ടായി. അതുകൊണ്ട് തന്നെ അർജുനൻ അവിടെ ആ ഒരു യുക്തി കാണിച്ചു. അവിടെ ആ ഒരു അതാണ് പൗരുഷം. ഭഗവാന്റെ ചരണത്തിന്റെ അവിടെയാണ് നമ്മുടെ സ്ഥാനം എന്ന് നമ്മൾ എന്ത് നിർണയിക്കുന്നുവോ അവിടെയാണ് നമ്മളുടെ ജയം. പിന്നെ ബാക്കിയെല്ലാം ഭഗവാൻ നോക്കിക്കോളും. അങ്ങനെ അവിടെ വന്നിരുന്നതും ഭഗവാൻ എഴുന്നേൽക്കുകയും ആരെയാണ് ആദ്യം കണ്ടത്? അർജുനനെ. അപ്പൊ ദുര്യോധനൻ പറയണോ ഞാനാണ് ആദ്യം വന്നതെന്ന് പറഞ്ഞപ്പോൾ ഇല്ല, ഞാൻ കണ്ടത് അവിടെയും കണി കാണും നേരം ഭഗവാന്റെ കണി നേരെ അർജുനനിക്കാണ്. അപ്പോ അർജുനനോടാണ് ചോദിക്കേണ്ടത്, ചോദിക്കുന്നത് ഭഗവാൻ എന്താ വേണ്ടത്? അപ്പോഴും ദുര്യോധനന്റെ ചങ്കിടിച്ചു. ഇനി ആ സൈന്യത്തിനെയും ആ ശക്തിയെ മുഴുവനും അർജുനൻ ചോദിച്ചു വാങ്ങിക്കുമോ എന്ന് ദുര്യോധനൻ ആകെപ്പാട് ടെൻഷനായി, വിഷമമായി. പക്ഷേ ആ ചോയ്സ് കൊടുത്തപ്പോൾ ഞാൻ യാതൊരു ശസ്ത്രവും ഇല്ലാണ്ട് ഞാൻ വരാം, അല്ലെങ്കിൽ എന്റെ സേന, ഇത് ഏതാ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അർജുനൻ യാതൊരു സംശയമില്ല, ഉടനെ തന്നെ ഭഗവാനെ അങ്ങനെയാണ് വേണ്ടതെന്ന് പറഞ്ഞു. ഭഗവാൻ ആശ്വാസമായി കാണും, ദുര്യോധന ആശ്വാസമായി. പക്ഷെ ആ ദുര്യോധനൻ നോക്കിയത് ആ ഈശ്വരനെ ഇല്ലാണ്ട് ആ ഐശ്വര്യത്തിനെയാണ്. അർജുനൻ നോക്കിയത് ആ ഐശ്വര്യത്തിനെ അല്ല, ഈശ്വരനെയാണ്. ജയം ആർക്കാണ്? ആര് ഈശ്വരനെ വിശ്വസിക്കുന്നു, ആര് ആശ്രയം ഈശ്വരനാണെന്ന് കരുതുന്നു, അവിടെ തന്നെ ജയം. അങ്ങനെ ഈ ജയം ഈ ത്രിഗുണഭരിതമായ പ്രകൃതിയെ നോക്കുന്നതിലല്ല, ജയം നിർഗുണത്തിലാണ്. സാരാസാര വിചാര, ത്രിഗുണമായ ഈ പ്രകൃതി അസാരം, ഇതിന്റെ അധിഷ്ഠാനമായ ഭഗവാൻ നിർഗുണം, അതാണ് സാരം. ഹരിപാഠം, അതായത് ഹരിസ്മരണ നമ്മൾക്ക് തരുന്നത് ഈ സാര അസാര വിചാരമാണ് എന്ന് പറഞ്ഞു തരുന്നു ജ്ഞാനേശ്വര മൗലി. ത്രിഗുണ അസാര നിർഗുണ സാര
അതായത് പഴുത്ത പഴങ്ങൾ, സമൃദ്ധിയുടെ ചിഹ്നമായി പുഷ്പങ്ങൾ, സ്വർണ്ണ നാണയങ്ങൾ, ദ്രവ്യങ്ങൾ, വ്യഞ്ജനങ്ങൾ, ഇത് എന്ത് തന്നെ ആകട്ടെ, ഇതിന്റെ അധിഷ്ഠാനത്തിൽ നമ്മൾ ആ ഈശ്വരനായ ശ്രീകൃഷ്ണ ഭഗവാനെ വെക്കുന്നു. ഇതില്ലെങ്കിൽ ഒരു ഫ്രൂട്ട് സ്റ്റാളിൽ പോയാൽ ഈ വിഭവങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും. എന്തുകൊണ്ട് വിഷുക്കണി പവിത്രമാകുന്നു എന്ന് ചോദിച്ചാൽ ഈ ഈശ്വര സാന്നിധ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഈശ്വര സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിൽ എല്ലാറ്റിലും ഒരു ഈശ്വര സ്മരണയെ അത് ഉണർത്തുന്നു. ആ പഴങ്ങൾ കണ്ടാൽ ഇത് നമുക്ക് കഴിക്കാമല്ലോ എന്നല്ല അപ്പൊ ചിന്ത പോകുന്നത്. അപ്പൊ എന്ത് പോകും ചിന്ത? ഭഗവന്മുഖമായി പോകും ആ ചിന്ത. ഈ പഴങ്ങളെ കൊടുത്തല്ലേ ആ ഭഗവാൻ ആ പഴത്തിനെ കൊടുത്ത ആ വയസ്സായ സ്ത്രീക്ക് നവരത്നമാല കൊടുത്തത് എന്നാ കഥ ഓർമ്മ വരും. ഞാവൽപ്പഴം കൊണ്ടേ നവരത്നമേ എപ്പോൾ ഈ സമൃദ്ധിക്ക് മേലിൽ വരുന്നുവോ അവിടെ നമ്മൾ സമത്വം കൈവരിക്കുന്നു. എല്ലാത്തിനെയും സമദൃഷ്ടിയോടെ കാണാൻ പഠിക്കുന്നു. ഈ സമദൃഷ്ടിയാണ് വിഷുവിന്റെ അർത്ഥം. വിഷു എന്ന പദം വന്നിരിക്കുന്നത് വിഷുവത് എന്നൊരു സംസ്കൃത പദത്തിൽ നിന്നാണ്. ഇതിന്റെ അർത്ഥം സമം എന്നാണ്. ഇത് പ്രകൃതിയായിട്ടുള്ള ഈശ്വരന്റെ മനുഷ്യന്റെ ഉള്ള അനശ്വര ബന്ധത്തിനെയാണ് ഈ ഉത്സവം നമ്മൾക്ക് കാണിച്ചു തരുന്നത്. ഇത് കാർഷിക വിളവെടുപ്പിന്റെ ഒരു സമയമാണ്. മേടം 1 മുതൽ മേടം 10 വരെ വിളവെടുപ്പിന് വളരെ പ്രാധാന്യമുള്ള ഒരു ഘട്ടമാണ്. യജ്ഞങ്ങൾ, അതുപോലെ വിളവെടുപ്പ് ഇതൊക്കെ ആരംഭിക്കുന്ന ദിവസം ഈ സുദിനമാകുന്നു. നമ്മൾ മലയാളികൾക്ക് ഇതൊരു പുതുവത്സരമാകുന്നു. ഈ വർഷത്തിനെ ശുഭ ആകൃതി എന്ന് പറയുന്നത് അല്ലെ, അങ്ങനെ ഒരു ന്യൂ ഇയർ ആണ് ഇന്ന് തൊട്ട് നമ്മൾക്ക് ആരംഭിക്കുന്നത്. ഈ വിഷു ദിവസം സമം ആണ് ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞുവല്ലോ. എന്തുകൊണ്ടാണ് സമം എന്ന് ചോദിച്ചാൽ ഈ ദിവസം ഒരു ദിവസം എന്നെടുക്കുമ്പോൾ 24 മണിക്കൂർ ഉണ്ടാകും. ഇതില് ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകത സമാസമത്തിൽ സൂര്യനും ചന്ദ്രനും ഉണ്ടാവും. അതായത് 12 മണിക്കൂർ സൂര്യനും ഉണ്ടാവും, 12 മണിക്കൂർ ചന്ദ്രനും. നമുക്ക് രാത്രിയും ദിവസവും സമാസമം നിൽക്കുന്ന ദിവസമാണിത്. ഇങ്ങനെ വർഷത്തിൽ 2 ദിവസങ്ങൾ ഉണ്ടാവാറുണ്ട്. തുലാം വിഷു, മേടവിഷു എന്ന് പറയാറുണ്ട്. ആ മേടവിഷുവിനെയാണ് നമ്മൾ വിഷുവായിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ മേടവിഷുവില് ഈ സൂര്യൻ ശരിക്കും കിഴക്കുദിക്കുന്ന സമയമാണ്. റൈറ്റ് ഇൻ ദ ഈസ്റ്റ്, കറക്റ്റായിട്ട് ആ ഈസ്റ്റിൽ, ആ കിഴക്കിൽ ഉദിക്കുന്ന ഘട്ടം ഈ മുഹൂർത്തമാണ്. അത് മാത്രമല്ല ഭൂമധ്യരേഖയിലൂടെ സൂര്യൻ ചലിക്കുന്ന ആ ദിവസമാണ്. അപ്പൊ സൂര്യൻ ഈ മീന രാശിയിൽ നിന്നും മേടരാശിയിലേക്ക് മാറുന്ന വേള. അപ്പോ നമ്മൾക്ക് തന്നെ അനുഭവപ്പെടുന്നത് ചൂട് പൊതുവെ കൂടുതലായിരിക്കും. അപ്പൊ ഈ ചൂട് കൂടുതലാകുമ്പോഴത്തേക്കും ഭൂമി തന്നെ ഈ ഭൂമിയിലുള്ള കീടങ്ങളെയൊക്കെ ആ ചൂട് കാരണം നശിപ്പിക്കുകയും പിന്നെ വൈകുന്നേരം ഒരു മഴ ഉണ്ടാവാറുണ്ട്. ആ മഴ കാരണം ഭൂമി അടുത്ത കൃഷിക്ക് സജ്ജമാവുകയാണ്. അതായത് ഒരു പ്രകൃതിയുടെ ഇന്റേണൽ ക്ലീനിങ് പ്രോസസ് എന്ന് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. നമ്മൾ തന്നെ ശ്രദ്ധിച്ചു കാണും, ഒരു 2-3 ആഴ്ച മുമ്പ് വരെ വീടുകളിൽ ഒരുപാട് ഇഴജന്തുക്കളൊക്കെ വന്നിട്ടുണ്ടാവും. ഇപ്പൊ ഒന്നും കാണുന്നില്ല. ഈ ചൂട് കാരണം അതൊക്കെ അങ്ങ് ശമിച്ചു പോകും. ഇപ്പോ ഗ്രൗണ്ട് ഫെർട്ടൈലായി. അപ്പൊ പ്രകൃതി തന്നെ ഭൂമിയെ സജ്ജമാക്കുകയാണ്. ഇതിന്റെ തന്നെ ഒരു റെപ്രസെന്റേഷൻ ആയിട്ട് ഈ വിഷുവോടനുബന്ധിച്ച് നമ്മൾ നമ്മുടെ ഗൃഹത്തിനെയൊക്കെ ശുദ്ധീകരിക്കാറുണ്ട്.
വീട്ടിലെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കളഞ്ഞ് വീട്ടില് നല്ല പോസിറ്റീവ് എനർജി വരുത്തത്തക്ക രീതിയിൽ നമ്മൾ വീടിനെ വീണ്ടും ചപ്പു ചവറുകളൊക്കെ കത്തിച്ചു. അങ്ങനെ മണ്ണും പൊടിയൊക്കെ അകറ്റി വീടിനെ വൃത്തിയാക്കി ആ പോസിറ്റീവ് എനർജിനെ നമ്മൾ റിസീവ് ചെയ്യത്തക്ക രീതിയിൽ വീടിനെ സജ്ജമാക്കുന്ന ഒരു കാലവും കൂടിയാണ്. വിഷുവിന് മുമ്പ് ഒരു അടിച്ചു വരുന്ന എല്ലാവരുടെയും വീട്ടിലൊരു പതിവുണ്ടാവും. ഇത് കാരണമാണ്. അപ്പോ ഈ കണി, വിഷുക്കണി, ആ കണി ദിവസം നമ്മൾ ഒരുക്കുന്നത് പഴുത്ത ചക്ക, പഴുത്ത മാങ്ങ, ഇങ്ങനെ സമൃദ്ധിയെയും ഐശ്വര്യത്തിനെയും കാണിക്കുന്ന എല്ലാം വസ്തുക്കളാണ്. അക്ഷരദ്രവ്യങ്ങള്, നാണയങ്ങള്, അഷ്ടമംഗല്യം എന്നിങ്ങനെ. ഇതിൽ നമ്മൾ ആ കൃഷ്ണ വിഗ്രഹത്തിനെയും വയ്ക്കുന്നു ആ ഈശ്വര സാന്നിധ്യത്തിനായി. ഗോപസ്ത്രീകൾ ഭാഗവതത്തിൽ പറയുന്നു, വൃന്ദാവനത്തിൽ ഈ കണ്ണിനൊരു എന്തെങ്കിലും ഒരു പർപ്പസ് ഉണ്ടെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ ഈ രണ്ട് കുമാരന്മാരെ കാണുന്നത് അല്ലയോ എന്ന് ചോദിക്കുന്നു. നമ്മളുടെ ഈ സമൃദ്ധി തന്നെ ഒരു വൃന്ദാവനമാണ്. ഈ വൃന്ദാവനത്തിൽ, വൃന്ദാവനം, ആ വൃന്ദാവനത്തിൽ നമ്മൾ കാണുന്നത് ആ ഭഗവാനെ, അതാണ് വിഷു കണി. ആ ഭഗവാനെ കാണുന്നതല്ലയോ ഈ രണ്ട് കണ്ണിന്റെയും പ്രയോജനം? ഇതല്ലാണ്ട് ഈ കണ്ണിന് എന്താണ് പ്രയോജനം എന്നാണ് ചോദിക്കുന്നത്. ഫലമിദം നപരം വിദാമന്ത സഖ്യ പ്രശൂരനു വിവേശയതോ വയസ്യൈ വക്രം പ്രജേഷസുതയോരരുവേണുജുഷ്ടം യൈർവാ നിപീതമനുരക്തകടാക്ഷമോ. ഇത് തന്നെ ത്യാഗരാജ സ്വാമികൾ ചോദിക്കുകയാണ്, ഈ രണ്ട് കണ്ണുണ്ടായിട്ട് ഭഗവാനെ കാണാത്ത കണ്ണിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇനി ഒരു പക്ഷേ കണ്ണുണ്ടായിട്ടും കണ്ണുലേലെ, കണ്ണെന്തിന് കണ്ടി മിന്നുലേലെ. ചില ഈ അന്ധരായിട്ടുള്ള ആൾക്കാരെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർക്ക് കണ്ണുണ്ടാവും, കാണുമ്പോൾ വിചാരിക്കും അവർക്ക് കണ്ണ് കാണാം. കണ്ണ് എന്ന അവയവം അവിടെ ഉണ്ടാവും, പക്ഷെ കാഴ്ചശക്തി ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ ത്യാഗരാജ സ്വാമികൾ ചോദിക്കുകയാണ്, കണ്ണുലേലെ കണ്ടി മിന്നുലേലെ, ആ കണ്ണുണ്ടായിട്ട് എന്ത് പ്രയോജനം? ആ കണ്ണിൽ ആ കാഴ്ചശക്തി ഉണ്ടായിട്ട് എന്ത് പ്രയോജനം? മനസ്സു കണ്ണിന്റെ പ്രയോജനം കാണുക എന്നതല്ല, ഭഗവാനെ കാണുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ സത്സംഗത്തിന്റെ തലക്കെട്ട് കണി കാണും നേരം എന്നാണ്. നമ്മൾ മൂന്നായിട്ട് തിരിക്കാം, കണി, കാണും, നേരം. അപ്പൊ ആദ്യം നമ്മൾ ഈ കണി എന്താണെന്ന് നോക്കി. ഈ കാണൽ എന്താണ്? ആ എവിടെയാണ് ഈ കണി കാണുന്നത് എന്ന് ചോദിച്ചാൽ ദർപ്പണമാകുന്ന മനസ്സിലാണ് നമ്മൾ ഈ കണി കാണുന്നത്. അതുകൊണ്ടാണ് വിഷുക്കണിയിൽ പ്രധാനമായിട്ട് ഒരു ദർപ്പണം, ഒരു കണ്ണാടി നമ്മൾ വെക്കുന്നത്. അതായത് ഈ ഐശ്വര്യത്തിനെയും കണ്ടു, അതിന്റെ അധിഷ്ഠാനമായി ഈശ്വരനെയും കണ്ടു. ഇനി ഈ കാണുന്ന ആള്, അതായത് നമ്മള് ഈ പ്രകൃതിയിൽ നിന്നോ ആ പുരുഷനിൽ നിന്നോ അന്യമല്ല, നാമം അതും ഒന്നാണ്. ഈ പഞ്ചഭൂതങ്ങളാൽ, പഞ്ച ഇന്ദ്രിയങ്ങളാൽ ഏത് ശക്തി ഈ കാണുന്ന ആളെ സൃഷ്ടിച്ചിരിക്കുന്നുവോ അതേ ശക്തി തന്നെയാണ് ഈ പ്രകൃതിയെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ഏതാണോ ഈ
പഞ്ചഭൂതാത്മകമായി ശരീരത്തിന്റെ ഈ സൃഷ്ടിക്കുള്ള ആ കാരണം, ആ പ്രകൃതി, അതേ പ്രകൃതി കൊണ്ടാണ് ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഉറക്കത്തിൽ നോക്കുമ്പോൾ അവിടെ ലോകമില്ല എന്ന് നമുക്ക് മഹാത്മാക്കൾ പറഞ്ഞു തരാൻ കാരണം. ഉറങ്ങുമ്പോൾ ആ സുഷുപ്തിയിൽ ലോകം മറഞ്ഞു പോകുന്നു. അപ്പോ നമ്മൾ ഉണരുമ്പോൾ നമ്മളുടെ മനസ്സ് എന്തുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് തന്നെയാണ് ഈ പ്രപഞ്ചവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഈ സൃഷ്ടിയെയും കാണിച്ചു തന്നു, സൃഷ്ടാവിനെയും കാണിച്ചു തന്നു, ഈ സൃഷ്ടാവിനെ നോക്കുന്നത് ആര് എന്നെയും കാണിച്ചു തരുന്നു. അത് നോക്കുന്നത് എവിടെയാണ്? ഈ ദർപ്പണമാകുന്ന നമ്മളുടെ മനസ്സാണ്. ശിഷ്ടാഷ്ടകത്തിൽ ചൈതന്യ മഹാപ്രഭു പറയുന്നു, ചേതോ ദർപ്പണമാർജനം ഭവമഹാദാവാഗി നിർവാപണം ശ്രേയ കൈരവ ചന്ദ്രികാ വിതരണം വിദ്യാവധൂ ജീവനം ആനന്ദമുനിവർദ്ധനം പ്രതിപദം പൂർണ്ണാമൃതാസ്വാദനം സർവാത്മനാസ്മപനം പരം വിജയത്തെ ശ്രീകൃഷ്ണ പരം വിജയത്തെ ശ്രീകൃഷ്ണ സങ്കീർത്തനം. ആ ശ്രീകൃഷ്ണ സങ്കീർത്തനത്തിന് വിജയം എന്ന് പറയുന്നു. ഏത് ശ്രീകൃഷ്ണ സങ്കീർത്തനം? മനസ്സാകുന്ന ഈ ദർപ്പണത്തിൽ ജന്മജന്മാന്തരമായി അടിഞ്ഞുകൂടിയിരിക്കുന്ന അഴുക്കിനെ വൃത്തിയാക്കുന്ന ആ ശ്രീകൃഷ്ണ സങ്കീർത്തനത്തിന് വിജയം. ചേതോ ദർപ്പണമാർജനം. ഈ ദർപ്പണം എന്താണ്? നമ്മളുടെ മനസ്സാകുന്നു. ആ മനസ്സിനെയാണ് അവിടെ വിഷുക്കണി ഒരുക്കുമ്പോൾ നമ്മൾ ഒരു കണ്ണാടിയിലൂടെ കാണിക്കുന്നത്. ഈ കണ്ണാടി കാണിക്കുന്നത് അദ്വൈത തത്വമാണ്. നമ്മളും ആ സൃഷ്ടാവും രണ്ടല്ല, ഒന്നാണ് എന്നുള്ള ഒരു അദ്വൈത നിലയിലാണ് ആ വിഷുക്കണി നമ്മളെ കൊണ്ടുപോകുന്നത്. ഇനി ആ നോക്കുന്ന ഞാൻ എന്ന ഭാവം വന്നു എന്നിരിക്കട്ടെ, ആ ഞാൻ എന്ന ഭാവം, ഞാനാണ് ഈ കണി ദർശിക്കുന്നു എന്ന് വരട്ടെ, ആ ഞാൻ ആരാണ് എന്ന് ആരാഞ്ഞു നോക്കാൻ ഹരിനാമ കീർത്തനക്കാരൻ നമ്മളെ കാണിച്ചു തരുന്നു. ആനന്ദ ചിന്മയകരേ ഗോപികാരമണ ഞാനെന്ന ഭാവമത് തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണ. ഞാനെന്ന ഭാവം തോന്നുന്നതാകിൽ ആ കണ്ണാടിയിൽ മറ്റുള്ള സൃഷ്ടികളോടൊപ്പം തന്നെ അഖിലം ഞാനെന്ന ഭാവം തോന്നണമേ എന്നാണ് ആ വിഷുക്കണിയിലൂടെ നമ്മൾ കാണേണ്ടത്. ഹനുമാൻ ചാലിസ എടുത്ത് നോക്കുകയാണെങ്കിലും അത് ആരംഭിക്കുന്നത് ശ്രീ ഗുരു ചരണ സരോജ രജ നിജ മനുമുഖുര സുധാരി. ശ്രീ ഗുരുവിന്റെ ചരണത്തിൽ നിന്നുള്ള രജസ് കൊണ്ട് എൻ്റെ മനസ്സാകുന്ന മുഖുരം, മനസ്സാകുന്ന കണ്ണാടിയെ ഞാൻ ശുദ്ധമാക്കി ഇതാ അങ്ങയുടെ കീർത്തി ആലപിക്കുന്നു എന്നാണ് ആരംഭിക്കുന്നത്. ഇവിടെ എല്ലാം ആ മനസ്സിനെയാണ് ആ ദർപ്പണമായിട്ട് ഉപമിച്ചിരിക്കുന്നത്. ഈ ദർപ്പണത്തിൽ, ഈ വാൽക്കണ്ണാടിയിൽ നമ്മളൊരു ഹാരം ഇട്ട് കൊടുക്കാറുണ്ട്. ഒരു ഐതിഹ്യത്തിനെ ഈ ഹാരം സൂചിപ്പിക്കുന്നു. പണ്ട് ഗുരുവായൂരിൽ ആ അമ്പലത്തിന്റെ അടുത്തായിട്ട് തന്നെ ഒരു ഉണ്ണി ഉണ്ടായിരുന്നു. ആ ഉണ്ണിക്ക് കളിക്കൂട്ടുകാരൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോ ഉണ്ണിയുടെ അമ്മ പറഞ്ഞു, ഞാൻ നിനക്ക് വേറൊരു ഫ്രണ്ടിനെ കാണിച്ചു തരാം, ഒരു കളിത്തോഴനെ ആക്കി തരാം എന്ന് പറഞ്ഞു. ആരാ ആ കളിത്തോഴൻ? ഗുരുവായൂരെന്നൊരു ക്ഷേത്രമുണ്ട്, ക്ഷേത്രം തന്നിൽ ഒരു
കളിക്കൂട്ടുകാരനായി ഈ അമ്മ കാണിച്ചു കൊടുക്കുകയാണ്. ഈ ഉണ്ണി എന്ത് ചെയ്തു? ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ അമ്പലത്ത് പോകും. കണ്ണാ വാ എന്ന് വിളിക്കും. കണ്ണന് വിളി കേട്ടാ വരാണ്ടിരിക്കാൻ പറ്റുമോ? കണ്ണൻ വരികയും ചെയ്യും. അങ്ങനെ കണ്ണൻ എല്ലാ ദിവസവും ഈ ഉണ്ണിയോടൊത്ത് അവിടെ കളിയായി. ഒരു ദിവസം ഈ കുട്ടി വീട്ടിലേക്ക് തിരിച്ച് കളി കഴിഞ്ഞ് വരുമ്പോൾ കഴുത്തിൽ മനോഹരമായ ഒരു സ്വർണ്ണഹാരം. എവിടെ നിന്ന് കിട്ടിയത് എനിക്ക് ഈ ഹാരം എന്ന് അമ്മ ചോദിക്കുമ്പോൾ എനിക്ക് കണ്ണൻ തന്നു എന്ന് പറയുകയും ചെയ്തു. അമ്മയ്ക്ക് ആകെപ്പാടെ പേടിയായി. ഈ ഉണ്ണിയെയും കൂട്ടി അമ്പലത്ത് പോവുകയാണ്. അമ്പലത്ത് പോയാലോ ശ്രീകോവിലിൽ വലിയൊരു കുയില്. കണ്ണന്റെ ഹാരം എവിടെ എന്ന് ആ മേൽശാന്തി മുതൽ എല്ലാവരും അവിടെ നിന്ന് തപ്പുന്നു. ഇതാരെങ്കിലും മോഷ്ടിച്ചുണ്ടാകുമോ? അങ്ങനെ അവര് പലവിധം അഭിപ്രായങ്ങൾ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കെ ഈ ഹാരവും ധരിച്ച ആ ഉണ്ണി, ഈ ചെറിയ കുട്ടി അവിടെ പോകുമ്പോ ദാ കള്ളൻ എല്ലാരും പറയണു. ഇത്ര ചെറിയ പ്രായത്തിൽ ഇത്ര വലിയൊരു മോഷണമോ എന്ന് ചോദിച്ച് എല്ലാവരും ആ കുട്ടിയെ ശാസിക്കുന്നു. കുട്ടിക്ക് സങ്കടം തോന്നി. കുട്ടി ഭഗവാനോട് പറയാണേ, എനിക്ക് ഇങ്ങനെ ഒരു ചങ്ങാത്ത ഇനി വേണ്ട. എന്റെ ഒപ്പം കളിക്കാൻ വരാന്ന് പേരും പറഞ്ഞിട്ട് എനിക്ക് മോഷ്ടാവ എന്നൊരു പേര് അങ്ങ് മേടിച്ചു തന്നു അല്ലേ, എനിക്ക് വേണ്ട ഈ ഹാരം എന്ന് പറഞ്ഞിട്ട് അത് ഊരി വലിച്ചെറിയാണ് കുട്ടി. വലിച്ചെറിഞ്ഞതും അതൊരു വൃക്ഷത്തിൽ വീഴുകയും ആ സ്വർണ്ണഹാരം ആ വൃക്ഷത്തിൽ വീഴുന്നതും അവിടെ സ്വർണ്ണ നിറത്തിലുള്ള ഒരുപാട് പൂക്കൾ വന്ന് ആ വൃക്ഷം മുഴുവൻ പുഷ്പിക്കുകയും ചെയ്തു. അതാണ് ഇന്ന് നമ്മൾ കണിക്കൊന്നയായി കണ്ണിൽ വെക്കുന്നത്. അങ്ങനെ ഭഗവാന്റെ അശരീരി അവിടെ കേട്ടു. ഈ കുട്ടിയുടെ ഭക്തിക്ക് എന്റെ പ്രസാദമായി നൽകിയതാണ് ഞാൻ ആ ഹാരം. ഇനി മുതലുള്ള വിഷുക്കണിയിൽ ഈ കണിക്കൊന്നയും ഒരുക്കപ്പെടണം എന്ന് ഭഗവത് ആജ്ഞയെ മാനിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നും വിഷുക്കണിയിൽ കണിക്കൊന്ന ഒരു അനിവാര്യമായ ഒരു കാര്യമായി ഉൾക്കൊള്ളിപ്പിക്കുന്നത്. അങ്ങനെ ഈ കണിക്കൊന്ന എടുത്താലും ഉദിച്ചു വരുന്ന സൂര്യനെ എടുത്താലും ഭഗവാന്റെ പീതാംബരത്തെ സൂചിപ്പിക്കുന്ന പട്ടുവസ്ത്രം എടുത്താലും എല്ലാത്തിന്റെയും നിറം മഞ്ഞയാണ്. മഞ്ഞ വിഷ്വലി സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള ഒരു നിറമാണ്. പടക്കം പൊട്ടിക്കുന്നു. ഈ പടക്കവും എന്താണ്? നമുക്ക് ഒരുപാട് വിഷ്വൽ ട്രീറ്റ് ആണ്. അപ്പോ മനുഷ്യന്റെ ആ കാഴ്ചയെ ഉണർത്താൻ പുതുവർഷമാണ്. ആ പുതുവർഷത്തിൽ ഒരു ന്യൂ വിഷൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ന്യൂ വിഷനെയാണ് ഈ ആഘോഷം കൊണ്ട് നമ്മൾക്ക് പൂർവികർ എടുത്തു തന്നിരിക്കുന്നത്. ആ കാഴ്ചയാണ് ഇവിടെ കണി കാണണം എന്ന് പറയുന്നത്. കാണിക്കപ്പെടുന്നതാണ് കണി. അപ്പൊ ആ കണി കാണും നേരം എന്ന് പറയുമ്പോൾ ആ കാണാൻ നല്ല രീതിയിൽ കാണാനാണ് ഈ ഒരു ആഘോഷത്തിന്റെ ഒരു പ്രാധാന്യം. അങ്ങനെ നമ്മൾക്ക് വിഷുക്കൈ നീട്ടം നൽകുന്നു. മുതിർന്നവരെ ചെറിയവർക്കും വിഷുക്കൈ നീട്ടം നൽകുന്നു. സ്വർണ്ണ നാണയങ്ങൾ കാണിക്കുന്നു, സ്വർണ്ണ നാണയങ്ങൾ തരുന്നു. എന്തുകൊണ്ട് ഈ വർഷം ഒരു സുവർണ വർഷമാകട്ടെ, എല്ലാ ദിവസവും ഒരു സുവർണ ദിവസമാകട്ടെ എന്ന ഒരു ആശീർവാദത്തോടെ, ഒരു ആശംസയോടെയാണ് ഈ നാണയങ്ങൾ നമുക്ക് തരുന്നത്. എപ്പോഴാണ് ഒരു ദിവസം സുവർണ ദിവസമാകുന്നത്? ജ്ഞാനേശ്വർ മഹാരാജിന് ഉത്തരം തരുന്നു. ഒരു സുവർണ ദിവസം എന്ന് പറഞ്ഞാല് സോനിയാച്ച ദിനം. എപ്പോഴാണ് ഒരു ദിനം സോനിയാച്ച ദിവസമാകുന്നത്? സോനിയാച്ച സ്വർണ്ണമയമായ ദൃശ്യങ്ങൾ അവിടെ ഒരുക്കാം. പക്ഷേ മനസ്സിനെ സൂചിപ്പിക്കുന്ന കണ്ണാടി അവിടെ വെക്കാം. പക്ഷെ ഉള്ളിൽ കാണേണ്ട ആ ഹരിയെ പുറത്ത് കാണുകയും വേണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കൃപ തന്നെ വേണം. അതിനായിട്ടൊരു അഞ്ജനമുണ്ട് അത്രേ. കബീർദാസ് മഹാരാജ് നമ്മൾക്ക് ഈ അഞ്ജനം എന്താണെന്ന് പറഞ്ഞു തരുന്നു. ഈ അഞ്ജനം ഇട്ട് നോക്കുകയാണെങ്കിൽ അകത്തുള്ള ഭഗവാനെ
പുറത്ത് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞു. ഈ അഞ്ജനം എന്താണെന്ന് ചോദിച്ചാൽ ഗുരു കൃപാഞ്ജന പായോ മേരെ രാംദേവ് മഹാരാജ് എടുത്താൽ അവരുടെ ചരിത്രം കാണിച്ചു തരുന്നത് ഈ അദ്വൈത ദൃഷ്ടി, ഈ സമത്വം ഗുരുകൃപയില്ലാണ്ട് പറ്റില്ല. ഈശ്വരനെ നിങ്ങൾ പ്രത്യക്ഷമായി കണ്ടു, ഈശ്വരനായി സംഭാഷണം ചെയ്യുന്ന ആളായിരിക്കട്ടെ. എന്നിരുന്നാലും ഒരു ഗുരുവിന്റെ കടാക്ഷം ഇല്ലാണ്ട് അദ്വൈതം സാധ്യമല്ല. രാംദേവ് മഹാരാജ് 5 വയസ്സ് മുതൽ ഭഗവാനെ പ്രത്യക്ഷമായി കണ്ട് ഭഗവാന് ചോറ് വാരിക്കൊടുത്ത് ഭഗവാനെ കീർത്തിച്ചുകൊണ്ട് അഭംഗം സൃഷ്ടി ചെയ്ത ഒരു മഹാത്മാവാണ്. എന്നിരുന്നാലും 7 ദിവസം വരെ ആ ഗുരുകടാക്ഷം അദ്ദേഹത്തിന് വന്നില്ലയോ, അതുവരെ പാണ്ഡുരംഗൻ തന്നെ പറഞ്ഞു അദ്വൈതം നിനക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ വിസോബാക്കേജനെ കണ്ട ദിവസം എന്നാണോ ആ സന്തശിരോമണിയുടെ ശിരസ് ആ ഗുരുനാഥന്റെ ചരണങ്ങളിൽ അർപ്പണം ചെയ്തത്, അന്ന് എന്ത് പറ്റി? എവിടെ നോക്കിയാലും അവിടെയൊക്കെ രാംദേവ് മഹാരാജിന് ശിവലിംഗ ദർശനമാണ്. ആ അദ്വൈത ദർശനം അദ്ദേഹത്തിന് ഉണ്ടായി. പ്രകൃതിയിൽ എല്ലാത്തിലും ആ പുരുഷനെ അദ്ദേഹം കണ്ടു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇതാണ് വിഷു കണി. അപ്പൊ ആ സമത്വത്തെ നമ്മൾ എപ്പോ ദർശനം ചെയ്യുന്നോ അപ്പോഴാണ് നമ്മൾക്ക് ശരിക്കും വിഷു കണി കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഈ വിഷുക്കണി എടുത്താൽ അത് തന്നെ ആ വിശ്വരൂപ ദർശനത്തിനെ തന്നെയാണ് കാണിക്കുന്നത്. ആ കണിക്കുന്ന പൂത്ത് നിൽക്കുമ്പോൾ ഒരു വൃക്ഷത്തില് അത് ഭഗവാന്റെ പീതാംബരം പോലെ തന്നെയാണ്. ആ നീലമേഘ ശ്യാമളനായ ഭഗവാൻ ഒരു പീതാംബരം ധരിച്ചിരിക്കുന്നത് പോലെയാണ് നമ്മൾക്ക് ആ കണിക്കുന്ന മരത്തിനെ ആ ആകാശത്തിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കാണുമ്പോൾ തന്നെ ആ വിശ്വരൂപ ദർശനം തന്നെയാണ് അവിടെ ഉള്ളത്. കണിയിൽ കത്തിജ്വലിക്കുന്ന ആ തീനാളങ്ങൾ, 2 തീനാളങ്ങൾ ഉണ്ടാവും കണിയില്. ഈ 2 തീനാളങ്ങൾ ഭഗവാന്റെ 2 കണ്ണുകളായും ഈ കണിക്കുന്ന ഭഗവാന്റെ മുകുടമായും കണ്ണാടി ഭഗവാന്റെ ആ വിശ്വമനസ്സായും പഴങ്ങള് പ്രകൃതിയുടെ കനിവായിട്ടും ഈശ്വര വിഭൂതിയായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. ഇതിലൂടെ നമ്മൾ പഠിക്കുന്നത് സൃഷ്ടിയും സൃഷ്ടാവും 2 അല്ല 1 ആണ് എന്നുള്ള അദ്വൈത ഭാവമാണ് ഈ കണ്ണാടി, ആ മനസ്സാകുന്ന ആ കണ്ണാടിയിലൂടെ ദർശിച്ച് നമ്മൾ കാണുന്നത്. അങ്ങനെ ഈ വിഷുക്കണി കാണും നേരം, ഇനി നേരം എന്താണെന്ന് കാണാം. ഈ കണി കാണുന്ന നേരം എപ്പോഴാണെന്ന് നോക്കുമ്പോൾ രമണ ഭഗവാൻ
അരുണാചലം എന്ന ആ നാമം ശ്രമിച്ച ഉടനെ വരികയാണ് അരുണാചലേശ്വരനെ കാണാനായി. ഇവിടെയും ആ നാമത്തിനാണ് പ്രാമുഖ്യം. ഭഗവാൻ അക്ഷരമണമാലയിൽ പാടുന്നു, പേർ നിനയത്തിടവേ പിടിത്ത് ഇഴുത്ത് ഉൻ കരുണയാർ പെരുമയാർ അറിവാർ അരുണാചല. പേർ നിനയത്തിടവേ, ആ നാമത്തിനാണ് അവിടെ പ്രാമുഖ്യം. കാരണം രമണ ഭഗവാൻ അരുണാചലം എന്താണെന്നും അറിയില്ല, കണ്ടിട്ടുമില്ല. പക്ഷേ ഈ നാമം ശ്രവിച്ച ഉടനെ ഉള്ളിൽ ആ ഒരു സ്പന്ദനം ആരംഭിച്ചു. അങ്ങനെ ആ ഭഗവാൻ, രമണ ഭഗവാൻ അരുണാചലം, അതും വളരെ ലാഘവത്തോടെ എവിടെ നിന്ന് വന്നു എന്ന് ഒരു ബന്ധുവോട് ചോദിച്ചു, അരുണാചലം എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ വളരെ കാഷ്വൽ ആയി പറഞ്ഞു വരുമ്പോഴാണ് ഈ നാമം ശ്രവിക്കുകയും ആ നാമം ഉള്ളിൽ പോയി മഹത്തായ ഒരു ഭാവത്തിനെ പ്രസവിക്കുകയും ആ ഭാവമാണ് നമുക്ക് ആ മഹാത്മാവിനെ നൽകിയത്. അങ്ങനെ ഇദ്ദേഹം അരുണാചലത്തിലോട്ട് പോവുകയാണ്. അവിടെയാ ആ ഗിരിരൂപമായിട്ട് അരുണാചലേശ്വരൻ നിൽക്കുമ്പോൾ ആ അനുഭവം എന്താണെന്ന് രമണ ഭഗവാൻ പിന്നീട് അരുണാചല അഷ്ടകത്തിലൂടെ നമ്മൾക്ക് പറഞ്ഞു തരുന്നു. കണ്ടവൻ യവനന് കരുത്തിനുള്ള നാട്. ഈ കാണുന്ന ആള് എവിടെ എന്ന് നോക്കുമ്പോൾ കണ്ടവൻ നിന്ത്രിട് നിന്ത്രത് കണ്ടേ. പിന്നെ കാണുന്നവനും ഇല്ല, കാണപ്പെടുന്ന വസ്തു ഇല്ല, അവിടെ ഒരു സുപ്രീം ബ്ലിസ് മാത്രം ബാക്കി. കണ്ടവൻ എന്തിട് കരുത്തെഴുവില്ലേ. ഞാൻ കണ്ടു എന്ന് പറയാൻ ഇവ പയ്യ. എന്താ ആ കണ്ട ഞാനിപ്പോ ഇല്ല അവിടെ. അപ്പൊ ആര് കണ്ടു എന്നാ? അപ്പൊ കണ്ടു എന്ന് പറയാൻ ആ കണ്ട ആളത് നിഗ്രഹിച്ചു. അതുകൊണ്ട് കണ്ട ആൾ, ആ അഹങ്കാരം ഇനി അവിടെ ഇല്ല. കണ്ടില്ലേ എന്തിട് കരുത്തെഴുമാറെ. ഈ കണ്ടു എന്നും പറയാൻ വയ്യ, കണ്ടില്ല എന്ന് പറയാൻ വയ്യ. കാരണം ആ ഉള്ളില് ആ കാണുന്ന ആള് അത് തെല്ലും ഇല്ലാണ്ടാക്കി. അങ്ങനെ നമ്മൾ എപ്പോൾ കണി കാണും നേരം, അങ്ങനെ ആ കണി, ആ വിഷു വന്ന് ആ സമത്വത്തിനെ നമ്മൾ എപ്പോൾ ദർശിക്കുന്നു, ആ കാണുന്ന ആളെ അത് ഇല്ലാണ്ടാക്കും. ആ കാണുന്ന ആളെ ഇല്ലാണ്ടാക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും അവിടെ ആ ഭഗവാന്റെ രൂപം ദർശിക്കുന്നത്. എങ്ങനെ ദർശിക്കും എന്ന് ചോദിച്ചാല്, നാരായണ ഭട്ടതിരി നാരായണീയത്തിന്റെ സമാപ്തിയിൽ ഭഗവാനെ ദർശിച്ചതുപോലെ അഗ്രേ പശ്യാമി എന്ന് നമ്മൾക്ക് ദർശനമാകും. ആ അഹങ്കാരം തെല്ലും ഇല്ലാണ്ടായി സൃഷ്ടിയും സൃഷ്ടാവും ഒന്ന് തന്നെ എന്ന ഭാവത്തിലൂടെ ഭഗവാനെ നോക്കുമ്പോൾ നാരായണീയം ആരംഭിക്കുന്നതും വളരെ നിർഗുണമായ ഒരു രീതിയിലാണ് ആരംഭിക്കുന്നത്. സാന്ദ്രാനന്ദം, അങ്ങനെ വളരെ സുപ്രീം ബ്ലിസ്, ആ നിർഗുണത്തിനെ പ്രകീർത്തിച്ചുകൊണ്ടാണ് ഒന്നാം ദശകം ആരംഭിക്കുന്നത്. എന്നാൽ അതിന്റെ സമാപ്തി ഭഗവാന്റെ സഗുണത്തിലാണ്. ആ സഗുണത്തിനെ നാരായണ ഭട്ടതിരി ഇങ്ങനെ ദർശിച്ചു. അഗ്രേ പശ്യാമി തേജോനിവിടതരകളായ വലിലോഭനീയം പീയൂഷാലപ്ലാവിതോകം തദനുദതുതരേ ദിവ്യകൈശോരവേഷം താരുണ്യാരംഭരമ്യം ദർശിക്കുന്നു. ഒരു ദിവ്യ കൈശോര വേഷം, ഭഗവാന്റെ രൂപം ഇവിടെ നിൽക്കുന്നത് പോലെ വളരെ ദിവ്യമായ ഒരു കൈശോര വേഷം അവിടെ പ്രകാശിക്കുന്നു. നാരദാദി മുനിഗണങ്ങളുടെ നടുവിൽ ഉപനിഷത്ത് കന്യകകളാൽ അലങ്കരിക്കപ്പെട്ട ആ സന്നിധിയിൽ ഞാൻ ഒരു കിശോരനെ അവിടെ കാണുന്നു. എന്നിട്ടോ ആ കിശോരന്റെ കേശാദിപാദ വർണ്ണനം ആ മഹാത്മാവ് നമ്മൾക്ക് നൽകുകയാണ്. നീലാഭം കുഞ്ചിതാഗ്രം ഘനമലതരം നയ്യതം ചാരുഭംഗ്യാ രത്നോദം സാഭിരാമം വലയിതമുദയ ചന്ദ്രകൈ പിഞ്ചജാലൈഹി മന്ദാരസ്നഗ്നിവീതം തപകൃപൃഥുകബരി ഭാരമാലോകയേ
സുലളിത ആലോകൈ അഹം. എന്തിനെയാണ് ഞാനിവിടെ കാണുന്നത്? നല്ല മനോഹരമായ ഒരു മയിൽപീലി, ആ മുടിയിൽ അലങ്കരിക്കപ്പെട്ട മന്ദാരപ്പൂക്കളാൽ ചെയ്യപ്പെട്ട ഒരു ഹാരം, പിന്നെ ആ നെറ്റിയിൽ നോക്കുകയാണെങ്കിൽ ഭംഗിയാർന്ന ഒരു ഊർധ്വകുണ്ഠം. ഇത് ഒരു ഉദിക്കുന്ന ചന്ദ്രനെ പോലെ, ബാല ഇന്ദു, ആ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന ഒരു ഊർധ്വകുണ്ഠത്തിനെ ഞാനിതാ ദർശിക്കുന്നു എന്ന് പറയുന്നു. കൃത്യം ചഞ്ചല ആനീല സ്നിഗ്ധ പക്ഷമാവലി പരിലസിതം സാന്ദ്രഛായം കമലദളാകാര ശിശിരിത ഭുവനം ക്ഷിപ്യതാമയ്യതാ. ഭഗവാന്റെ കണ്ണുകളെ വർണ്ണിക്കുന്നു. ആ പൂർണ്ണ കൃപ തുളുമ്പുന്ന കണ്ണുകൾ. ആ കണ്ണുകളുടെ മുകളിലോ ആ സമുദ്രത്തിന്റെ, ആ കൃപാർണവമായ ആ കൃപസമുദ്രത്തിന്റെ അലകളെ പോലെയുള്ള ഒരു പുരികം. ഭഗവാന്റെ ആ പീലികളോ കൺപീലികളോ കറുത്ത നീണ്ട മനോഹരമായ ആ പീലി. ആ ആകൃതി എടുത്ത് നോക്കിയാലോ വലിയ ചുവന്ന താമരദളത്തിന്റെ ആകൃതി. ഈ വർഷത്തിന്റെ നാമം ശുഭ ആകൃതി എന്നാണ് അല്ലെ? ഈ ഭഗവാന്റെ ആ കൃപ ചൊരിയുന്ന ആ കണ്ണുകൾ നമ്മളുടെ സ്മരണയിൽ ഉണർത്തട്ടെ ഈ വർഷത്തിന്റെ നാമം. അങ്ങനെ ആ വിശ്വത്തിനെ തന്നെ കുളിർമ നൽകുന്ന ആ ദൃഷ്ടി, അത് എന്റെ മേലിൽ ഉണ്ടാവട്ടെ ഹേ ഗുരുവായൂരപ്പ എന്ന് പ്രാർത്ഥിക്കുകയാണ് നാരായണ ഭട്ടതിരി. അതിനുശേഷമോ ഭഗവാന്റെ ആ നാസം, ആ മൂക്കിനെ വർണ്ണിക്കുന്നു. ഹരിമണി മുകുര പ്രോലസദ്ഗന്ധവാണി വ്യാലോലക്കന്ന പാശാഞ്ചിത മകരമണി കുണ്ടല ദ്വന്ദ്വദീപ്തം ഉന്മീലത്തന്തവന്തി സ്ഫുരരുണതരച്ഛായ ബിംബാകാദരാതക പ്രീതി പ്രസ്യന്തി മന്ദസ്മിത മധുരതം അഴകുള്ള മൂക്ക്, ആ മൂക്ക് ചെമ്പക പുഷ്പം പോലെ നീണ്ട മനോഹരമായ ആകൃതിയിലുള്ള മൂക്ക്. ഭഗവാന്റെ കവിളോ അതും ഒരു ദർപ്പണമാണ്. ആ ദർപ്പണത്തിൽ എന്താണ് കാണുന്നത്? ഭഗവാന്റെ ചെവിയിൽ ഉള്ള ആ കുണ്ടലത്തിന്റെ ആ റിഫ്ലക്ഷൻ, ആ ഛായം ഈ കണ്ണാടി പോലെയുള്ള ആ കവിളിൽ എനിക്ക് കാണാൻ സാധിക്കുന്നു എന്ന് പറയുന്നു. പിന്നെയോ ഭഗവാന്റെ ആ കൈകളെ വർണ്ണിക്കുകയാണ്. കയ്യിൽ എന്തിയിരിക്കുന്ന വേണുവിനെ വർണ്ണിക്കുകയാണ്. ശോണ
മധുരതരമായ ആ വേണു ഗാനം, ആ പുല്ലാങ്കുഴൽ ഏന്തിയിരിക്കുന്ന ആ ഹസ്തങ്ങൾ, ഭഗവാന്റെ കയ്യിലുള്ള നഖം ആ വേണുവിൽ തട്ടി അതിൽ നിന്നും പല നിറങ്ങളോടെ ശോഭ പ്രകാശിക്കുന്നു. അതിൽ നിന്നും വരുന്ന സംഗീതം എൻ്റെ ചെവികളെ തണുപ്പിക്കട്ടെ എന്ന് ഇവിടെ ഈ മഹാത്മാവ് പ്രാർത്ഥിക്കുന്നു. പിന്നീടോ ഭഗവാന്റെ ആ അരഭാഗത്തെ വർണ്ണിക്കുന്നു, കണ്ഠദേശത്തെ വർണ്ണിക്കുന്നു. ഉത്സർപ്പൗതുഭശ്രീദതിഭിരരുണിതം കോമളം കണ്ഠദേശം വക്ഷശ്രീവത്സരമ്യം തരളതരസമുക്തി പ്രകാരപ്രദാനം നാഗവർണപ്രസൂനാവലിവിസലയനീം വന്യമാനാം ഭഗവാന്റെ ആ കണ്ഠം, കൗസ്തുഭമണിയുടെ പ്രഭയോട് കൂടിയ ആ കണ്ഠത്തിന് പ്രണാമം. മാറിൽ ശ്രീവത്സം പ്രകാശിക്കുന്നു. ധാരാളം മാലകൾ, വനമാലയായും പൂമാലകളായും മാലകളായും ഒരുപാട് മാലകളാൽ അലങ്കരിക്കപ്പെട്ട ആ മാറിടത്തിനെ ഞാൻ ധ്യാനിക്കുന്നു എന്നിവിടെ ആ മാറിടത്തെ കവി കീർത്തിക്കുന്നു. പിന്നെയോ അങ്ങേ പഞ്ചാംഗരാഗൈ അതിശയ വികസത് സൗരഭാകൃഷ്ടലോകം ലീലാനേകത്രിലോകേ വിദതിമവികൃശാം വിഭ്രതം മധ്യവല്ലീം ചക്രാസ്പന്യസ്തത്പദോജ്വലന കനകനിഭം പീതചേലം ദദാനം ധ്യായാം ദീനരശ്മിസ്ഫുടമണിരശനാ ഭഗവാന്റെ നളിനമായ ആ ഉദരം, അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ വഹിച്ചുകൊണ്ടിരിക്കുന്ന ആ ഉദരത്തിന് നമസ്കാരം. ആ ഉദരത്തിലാകട്ടെ ഉരുകിയ സ്വർണത്തിന്റെ നിറമുള്ള പീതാംബരം അതിനെ അലങ്കരിക്കുന്നു. ആ പീതാംബരത്തിന്റെ മേലെ ഭംഗിയാർന്ന രത്നം പതിക്കപ്പെട്ട ഒരു ഒഡ്യാണം ഭഗവാൻ ധരിച്ചിരിക്കുന്നു. ആ ഒഡ്യാണത്തിന്റെ ശോഭ ഞാനിതാ കാണുന്നു എന്ന് പറയുന്നു നാരായണ ഭട്ടതിരി. പിന്നെ എന്താണ് ഭഗവാനെ കാണുന്നത്? വിശ്വക്ഷോഭം വിശങ്ക്യ ധ്രുവമനിശമുഭോ പീതജലാവൃതാർത്തൗ ആനമ്രാണാം പുരസ്കാര സദൃത സമസ്താർത്ഥ പാളി സമുദ്ധച്ഛായം ജാനുദ്വയം ച ക്രമമൃദുലമനോജ്ഞേ ച ജംഘേ ലക്ഷ്മി ദേവിയെ തന്നെ മോഹിപ്പിക്കുന്ന ആ രണ്ട് തുടകൾ, ആ തുടകളെ കണ്ടാൽ സമസ്ത സൃഷ്ടിയും ഭഗവാനാൽ ആകർഷിക്കപ്പെട്ട് ഭഗവാൻ തന്നെ രക്ഷ എന്ന് വിചാരിച്ച് ഇനി വിശ്വക്ഷോഭം ഉണ്ടാകുമോ എന്ന് കരുതി
മറയ്ക്കപ്പെട്ട പീതാംബരത്താൽ മറയ്ക്കപ്പെട്ട ആ രണ്ട് തുടകൾ, ഇതിനെ ഞാൻ ധ്യാനിക്കുന്നു എന്ന് പറയുന്നു. പിന്നെയോ മഞ്ജീരം മഞ്ജുനാഥേരിവ പദഭജനം ശ്രേയൈത്യാലവൽതോ പാദാകും ഭ്രാന്തിമച്ചക്രണദജലമനോ മന്ദരോ ധാരകൂതം ഉത്തുംഗാതാമ്രരാജന്നഗരം ഹിമകരജ്യോത്സ്നയാ സന്താപധ്വാന്തകന്ത്രേ തതിമനുകലയേ മംഗളാം. ഭഗവാന്റെ കേശം തൊട്ട് പാദം വരെ ഓരോരോ അവയവമായി വർണ്ണിച്ചുകൊണ്ട് വരികയാണ്. ഇവിടെ ഞാനിതാ ഭഗവാന്റെ പാദത്തിനെ വന്ദിക്കുന്നു. ആ മനോഹരമായ കൊലുസ് കൊണ്ട് അലങ്കരിക്കപ്പെട്ട ആ പാദം, ഏത് പാദമാണോ കഠോര പൃഷ്ഠമായി ആ മന്ധരഗിരിയെ ഉയർത്തിയത്, അരുണ നിറത്തിലുള്ള മൃദുവായ ആ പാദത്തിന് എൻ്റെ നമസ്കാരം എന്ന് പറഞ്ഞ് സാഷ്ടാംഗമായി ഈ ഭഗവത് ചരണങ്ങളിൽ നാരായണ ഭട്ടതിരി തന്നെ തന്നെ സ്വയം അർപ്പിച്ചുകൊണ്ട് കീർത്തിക്കുന്നു. യോഗീന്ദ്രാണാംത്വദംകേഷ്വധികസു മധുരം മുക്തിഭാജാ വാസോ യോഗീന്ദ്രാണാം ത്വദംകേഷു അധികസു മധുരം മുക്തിഭാജാ प्रतिशतु परमानंद संतोषलक्ष्मी प्रतिशतु परमानंद संतोषलक्ष्मी प्रतिशतु परमानंद संतोषलक्ष्मी. ആ പാദങ്ങൾക്ക് എന്റെ വന്ദനം. ഏത് പാദങ്ങൾ യോഗികളൊക്കെ ആശ്രയസ്ഥാനമായിട്ട് ഏതിനെ കൽപ്പിക്കുന്നുവോ ആ തൃപ്പാദങ്ങളിൽ, ആ ചരണങ്ങളിൽ, ആ യോഗികൾ വസിക്കുന്ന ആ ചരണം, ഭഗവത് ചരണം എൻ്റെ ഹൃദയത്തിൽ നിവസിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ കേശാദിപാദ വർണ്ണന അതിമനോഹരമായി ശ്രീമദ് നാരായണീയത്തിന്റെ മുക്തായ സ്വരം പോലെ നമ്മൾക്ക് നാരായണ ഭട്ടതിരി നൽകുന്നു. ഇതാണ് ആ സമത്വം. എപ്പോൾ നമ്മൾക്ക് നമ്മളുടെ ഹൃദയത്തിൽ ഭഗവത് ചരണങ്ങൾ ദർശിക്കുവാൻ സാധിക്കുമോ അപ്പോൾ തന്നെ ഈ മനസ്സ് തന്നെ പ്രപഞ്ചം. മനസ്സിൽ ഈശ്വരനായാൽ പ്രപഞ്ചത്തിലും ഈശ്വരൻ തന്നെ. ഹന്താരാമമയം, ഈ ജഗത് ഹന്താരാമഭയം. അങ്ങനെ ആ മനസ്സിൽ ഈശ്വര ദർശനമാകുമ്പോൾ നമ്മൾക്ക് ഈ ജഗത്തിനെ ഭഗവാന്റെ സൃഷ്ടിയായിട്ട് മാത്രമേ കാണിക്കാൻ സാധിക്കുകയുള്ളൂ. വിഷുവിന്റെ ദിവസം കണി കാണും നേരം ആ കണി എന്താണെന്ന് നോക്കി, ആ കാണുന്നത് ആരാണെന്ന് നോക്കി, ആ നേരം എപ്പോഴാണ് ആ ഗുരുകൃപ കൊണ്ട് ഉള്ളിൽ ആ സത്യം പ്രകാശിക്കുമ്പോഴാണ് ആ അദ്വൈതത്തിനെ നമ്മൾ കാണുന്നത്.
ആ സമത്വത്തിനെ നമ്മൾ ദർശിക്കുന്നത്. ഈ സമത്വമാണ് വിഷു. ഈ പ്രകൃതിയിലുള്ള നമ്മൾ ആരംഭിക്കുമ്പോൾ ഒരു ക്ലീനിങ് പ്രോസസ്സുകളുണ്ട്. ഇനി ഇതൊന്നും റിവൈൻഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അധ്യാത്മമായി നോക്കുമ്പോൾ ഇത് തന്നെ നമ്മളുടെ ഉള്ളിലും നമ്മൾ കാണാൻ സാധിക്കും. സൂര്യൻ ഉച്ചത്തിൽ വന്ന് നിൽക്കുന്ന സമയമാണ് വിഷു. ഇതുപോലെ തന്നെ അറിവാകുന്ന ആ ജ്ഞാനം നമ്മളുടെ ഉള്ളിൽ പ്രകാശിക്കുമ്പോഴാണ് നമ്മളുടെ ഉള്ളിൽ ആ സമത്വം, ആ വിഷുവിനെ നമ്മൾക്ക് നൽകുന്നത്. രമണ ഭഗവാനോട് ഒരു ഭക്തൻ ചോദിച്ചു, വാട്ട് ഈസ് യുവർ സെൻട്രൽ ടീച്ചിങ് എന്ന് ചോദിച്ചു. വാട്ട് ഈസ് യുവർ സെൻട്രൽ ടീച്ചിങ്? ഭഗവാൻ പറഞ്ഞു, സെന്റർ ഇറ്റ്സെൽഫ് ഇസ് ദ ടീച്ചിങ്. ആ ഭൂമധ്യരേഖയിൽ സൂര്യൻ തെളിയുമ്പോൾ അത് വിഷു എന്ന് പറയുന്നുണ്ടല്ലോ. നമ്മളുടെ ഹൃദയസ്ഥാനമാകുന്ന ആ സെന്ററിൽ ജ്ഞാനമാകുന്ന സൂര്യൻ എപ്പോൾ തെളിയുമോ അവിടെ സമഭാവം, അത് തന്നെ വിഷു. ഇത് വരുമ്പോൾ ഒരുപാട് ചൂട് കൂടും പ്രപഞ്ചത്തിൽ. നമ്മളുടെ ഈ സ്ഥലത്തിൽ ചൂട് കൂടും. അതെ, ഇതൊക്കെ എവിടെയാ നടക്കുന്നത്? നമ്മളുടെ ഭൂമിയിൽ എല്ലാ സ്ഥലത്തും നടക്കുമോ? ഭാരതത്തിലാണ് നടക്കുന്നത്. ആ ഭാരത മഹിമ. കാരണം ബാക്കിയുള്ള ദേശങ്ങൾ നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഡേ ലൈറ്റ് സേവിംഗ് എന്ന് പറയും. കാരണം ഒരുപാട് സ്ഥലത്തിൽ സമമായിട്ട് അവർക്ക് സമം പോട്ടെ, ഒരു ഏകദേശം ബാലൻസ്ഡ് ആയ രീതിയിൽ പോലും സൂര്യപ്രകാശം കിട്ടാത്ത രാജ്യങ്ങളാണ് ഭൂരിപക്ഷം. അതുകൊണ്ടാണ് ഡേ ലൈറ്റ് സേവിംഗ് എന്ന് ഒരുപാട് രാജ്യങ്ങൾ ആചരിക്കുന്നത്. 1 മണിക്കൂർ കുറയ്ക്കും, പിന്നീട് 1 മണിക്കൂർ കൂട്ടും. എന്താ? സൂര്യപ്രകാശം അവർക്ക് സമമായിട്ട് കിട്ടുന്നില്ല. പക്ഷേ ഇതൊക്കെ വളരെ കൃത്യമായി നടക്കുന്നത് ഭാരതദേശത്തിലാണ്. അങ്ങനെ ഈ പ്രകാശവും രാത്രിയും പകലും തുല്യമായി നടക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും ഇന്റേണലി നമ്മളുടെ വി വിൽ നോ ഹൗ ടു യൂസ് അവർ ഡേ ആൻഡ് നൈറ്റ് പ്രോപ്പർലി. ഇതാണ് ഭഗവാൻ യുക്താഹാര വിഹാരസ്യ എന്ന ഗീതയിൽ പറഞ്ഞത്. യുക്തമായ രീതിയിൽ വിശ്രമം, യുക്തമായ രീതിയിൽ ആഹാരം. നമ്മളുടെ ദിവസവും നമ്മളുടെ രാത്രിയും കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ അറിഞ്ഞാൽ അവിടെ ഒരു സമത്വഭാവം വന്നു. അവിടെ ഒരു ക്ലീനിങ് പ്രോസസ്സ് അപ്പോൾ നടക്കും. ആ ക്ലീനിങ് പ്രോസസ്സാണ് സത്സംഗം. സത്സംഗത്തിൽ വന്നിരിക്കുമ്പോൾ വളരെ ഒരു വലിയൊരു അവലോകനമായിരുന്നു. കാരണം വിഷു നമ്മൾ ഒരുപാട് ക്ലീനിങ് നടത്തും. പാലാഴി മഥനത്തില് ഇങ്ങനെ അമൃത് കഴിയുമ്പോൾ അവിടെയും നടന്നത് ഇങ്ങനെ ഒരു ക്ലീനിങ് പ്രോസസ്സാണ്. അതിൽ ആദ്യം വന്നത് വിഷമാണ്. ആ വിഷത്തിനെ എടുക്കാൻ, ആ അമൃതിന് മുമ്പ് വിഷത്തിനെ എടുക്കാനാണ് പരമേശ്വരൻ ഗുരുസ്ഥാനത്തിൽ പ്രകാശിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ നാമദ്വാരിലും വിഷുവിന് തൊട്ട് മുമ്പ് നമ്മൾക്ക് ഗുരുനാഥന് കൊടുക്കാൻ പഴം കൊടുത്തു, പൂ കൊടുത്തു എന്നൊക്കെ പറയാം. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ കൊടുക്കുന്നത് വിഷം മാത്രമാണ്. ആ വിഷത്തിനെ സ്വീകരിക്കാൻ എന്ന രീതിയിൽ മുരളീധര സ്വാമിജിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായി വിഷുവിന് തൊട്ട് മുമ്പേ. ആ ക്ലീനിങ് പ്രോസസ്സാണ് ഗുരുനാഥനായ അദ്ദേഹവും ഇവിടെ വന്ന് തുടങ്ങി വെച്ചത്. അങ്ങനെ ആ വൃത്തിയാക്കിയ ചിത്തത്തിൽ സൂര്യൻ പ്രകാശിക്കുമ്പോൾ സമദൃഷ്ടി ഉള്ളിൽ വരുന്നു. ആ ഗുരുകൃപയിലൂടെ ആ സമദൃഷ്ടി ഉള്ളിൽ വരുമ്പോൾ അവിടെ നമുക്ക് ഭഗവാനെ കേശാദിപാദം കാണാൻ സാധിക്കുന്നു. ആ കേശാദിപാദം കണ്ട പിന്നെ പ്രപഞ്ചം മുഴുവനും ആ ഭഗവത് സ്വരൂപമായി തന്നെ ദർശിക്കുവാൻ സാധിക്കുന്നു. ഈ സമദർശനം തന്നെ വിഷു. അങ്ങനെ എല്ലാവർക്കും വളരെ സന്തോഷമായി സത്സംഗത്താൽ പൂരിതമായ, ഈശ്വര ചിന്തയാൽ പൂരിതമായ ഒരു വിഷു ആശംസിച്ചു കൊടുക്കും. ഈ സത്സംഗം ഭഗവാന്റെയും ഗുരുനാഥന്റെയും ചരണാരവിന്ദങ്ങളിൽ അർപ്പിച്ചുകൊണ്ടും ഈ സത്സംഗത്തിനെ പൂർത്തിക്കുന്നു. നിജജനമാനസനായക ജയ ഹേ ജയ ഗുരുനാഥ
राम